എന്താണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നാം പഠിക്കണം. എന്താ കാരണം? എങ്ങനെയാണോ ഒരു സംസ്കാരത്തിലേക്കുള്ള അധിനിവേശം ഒരു സംസ്കാരത്തെയും ഒരു രാഷ്ട്രത്തെയും ഒരു സമാജത്തെയും നാശത്തിലേക്ക് തള്ളിവിടുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാൻ എന്നുള്ളത്. 17-ാം നൂറ്റാണ്ടിന് മുന്നേ 16-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ പ്രബല സാമ്പത്തിക ശക്തിയായിരുന്നു, സാമൂഹിക ശക്തിയായിരുന്നു. ലോകത്തിലെ ശാസ്ത്രരംഗത്ത് അതിനിപുണന്മാരായിരുന്നു പേർഷ്യക്കാർ, ഇന്നത്തെ ഇറാൻ എന്നുള്ളത്. അവിടെ ആർക്കമിഡീസ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഈജിപ്ത് വരെ, സൗദി അറേബ്യ മുതൽ ഈജിപ്ത് വരെ, ഗ്രീക്ക് വരെ വ്യാപിച്ചു കിടന്നിരുന്ന, ഇറാഖും കടന്ന് ഭാരതത്തിന്റെ അതിർത്തി വരെ വ്യാപിച്ചു കിടന്നിരുന്ന വലിയൊരു സാമ്രാജ്യം. അവിടെ സെമസ്റ്റീനിസം എന്ന് പറയുന്ന ഒരു മതമുണ്ടായിരുന്നു, പൂജയുണ്ടായിരുന്നു, പൂജാരിമാരുണ്ടായിരുന്നു, ദേവതകളുണ്ടായിരുന്നു, സൂര്യനെ ആരാധിച്ചിരുന്നവരായിരുന്നു, സൂര്യക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അഗ്നിയെ ആരാധിച്ചിരുന്നവരായിരുന്നു, അഗ്നിക്ഷേത്രങ്ങളുണ്ടായിരുന്നു. മഹത്തരമായ ഒരു സംസ്കാരം, ശക്തരായിട്ടുള്ള ജനത, വിദ്യാഭ്യാസപരമായിട്ട്, ശാസ്ത്രപരമായിട്ട്, സാമൂഹികപരമായിട്ട് ഉന്നതിയിലുണ്ടായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഇറാനിലുണ്ടായിരുന്നത്. പക്ഷേ 17-ാം നൂറ്റാണ്ടിൽ അവിടേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിം അധിനിവേശം, ആ അധിനിവേശത്തിലൂടെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പേർഷ്യക്കാർ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നപ്പോ ആ മുസ്ലിം മതം എന്നുള്ളത്, ഇസ്ലാം മതം എന്നുള്ളത് ഇറാനെ മുഴുവൻ വിഴുങ്ങുകയും ഇന്ന് ഇറാന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അവരവരുടെ സംസ്കാരത്തെ മറന്നു, അവരുടെ ധർമ്മത്തെ മറന്നു. ആ അടിമത്തത്തിന് കീഴിൽ അമർന്നുകൊണ്ട് സ്വന്തം സ്വത്വത്തെ മറന്ന സമയത്ത് ലോകത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന, ശാസ്ത്രീയമായി ശാസ്ത്രപരമായിട്ട് മുന്നിൽ നിന്നുണ്ടായിരുന്ന ആ രാഷ്ട്രം മതരാഷ്ട്രമായി മാറിയ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. 1979 ഇസ്ലാമിക വിപ്ലവത്തോടുകൂടി ശരീഅത്ത് നിയമപ്രകാരം മാത്രം ഭരണം നടത്തുന്ന ഒരു ഭരണാധിപ അവിടെ വന്നു, ആയത്തുള്ള ഖമേനി എന്നുള്ളത്. അവിടെ ഈ അടുത്ത കാലത്ത് ധാരാളം സമരങ്ങൾ നടന്നു. എന്തായിരുന്നു സമരം? ബുർക്ക ധരിച്ച് തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു പെൺകുട്ടി അവളുടെ മുഖം മറയ്ക്കാത്തത് കൊണ്ട് അവളെ ആ പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയപ്പോ ഇറാനിലെ ജനത ഉണർന്നു. അവരതിനെതിരായിട്ട് സമരം നടത്തി, ബുർക്ക കത്തിക്കൽ സമരം നടത്തി. അങ്ങനെ സമരം നടത്തി ഇറാനിൽ വിപ്ലവം നടക്കുവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ജനത അവരുടെ സ്വത്വത്തെ തിരിച്ചറിയാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമുക്കൊരു പാഠമാണ്. നാം നമ്മുടെ ധർമ്മത്തെ മറക്കുന്ന സമയത്ത്, നമ്മുടെ സംസ്കാരത്തെ മറക്കുന്ന സമയത്ത് ഇറാനിൽ ഇന്ന് എന്ത് സംഭവിച്ചുവോ അത് നാളെ നമുക്കും സംഭവിക്കുമെന്നതിൻ്റെ പാഠമാണത്. നാം അത് മറക്കുവാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഓർമ്മകളിൽ അത്